ഹലോ മക്കളെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ തൊട്ടാണെങ്കിൽ സർക്യൂട്ട് പഠിക്കാൻ പോവുകയാണ്. AC സർക്യൂട്ടിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. സോ അത് പഠിക്കുന്നതിന് മുന്നോടിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നമ്മൾ ആക്ച്വലി എന്താണ് പഠിക്കാൻ പോണത്, നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പോണതെന്ന് കേൾക്കാൻ പോവുകയാണ്. നോക്കൂ മക്കളെ, ആക്ച്വലി നമുക്ക് AC വോൾട്ടേജ് ഉണ്ട് ഉണ്ടോ? AC വോൾട്ടേജ് നമ്മളൊക്കെ വീട്ടിലേക്ക് കിട്ടുന്ന വോൾട്ടേജാണ് AC വോൾട്ടേജ്. ഈ AC വോൾട്ടേജിലേക്ക് നമുക്ക് വ്യത്യസ്തങ്ങളായ എക്വിപ്മെൻസിനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഞാനാണെങ്കിൽ ആദ്യം പഠിക്കാൻ പോണത് അല്ലെങ്കിൽ ആദ്യം പഠിപ്പിക്കാൻ പോണത് ഇവിടെയാണെങ്കിൽ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നീട് ഞാനാണെങ്കിൽ ഈ റെസിസ്റ്റർ മാറ്റിയിട്ട് ഇൻഡക്ടറിനെ കണക്ട് ചെയ്യും. അത് മാറ്റിയിട്ട് ഞാൻ അതിനെ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് 3 സർക്യൂട്ടുകൾ പഠിക്കാനുണ്ട്. സോ ഇവിടെ ഞാൻ ആദ്യമേ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ 6 കാര്യങ്ങൾ നോക്കും. 1 സർക്യൂട്ട് ഡയഗ്രം നോക്കും, 2 വോൾട്ടേജിൻ്റെ ഇക്വേഷനെ പറ്റി കേൾക്കും, 3 കറണ്ടിൻ്റെ ഇക്വേഷനെ പറ്റി കേൾക്കും, 4 ഫേസ് ഡിഫറൻസിനെ പറ്റി കേൾക്കും, 5 ഫേസർ ഡയഗ്രത്തെ പറ്റി പറയും, 6 ഗ്രാഫിനെ പറ്റി പറയും. സോ ഈ ഓരോ സർക്യൂട്ട് പഠിക്കാൻ നേരത്തും സർക്യൂട്ട് എന്താണ്, വ്യത്യസ്തങ്ങളായ എക്വിപ്മെന്റ്സ്. ഏതൊക്കെ എക്വിപ്മെന്റ്സ് നമ്മളെ ഉള്ളത്? നമ്മുടെ കയ്യിലുള്ളത് റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ കമ്പിച്ചിട്ടുണ്ട്, അതുപോലെ കപ്പാസിറ്റർ. ഈ 3 കാര്യങ്ങൾ എവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്? AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളെ പറ്റി, ഈ 6 പ്രത്യേകതകളെ പറ്റി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. 6 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ ആണോ? സോ ഓരോ എലമെന്റുകളും സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതകൾ എന്താണ് പഠിക്കാൻ പോണത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയാണ്? റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതിനെ പറ്റി. പിന്നീട് എന്ത് പറയും? അടുത്ത വീഡിയോയിലാണെങ്കിൽ നമ്മൾ ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കും. അതിനടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതിനെ പറ്റി പഠിക്കും. മനസ്സിലായോ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എക്വിപ്മെന്റ്സ് ആണെങ്കിൽ, എലമെന്റ്സ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകതയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കാം. സോ നമുക്ക് ഓരോ സർക്യൂട്ട് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ 6 കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ റെസിസ്റ്ററിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 6 കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. പിന്നീട് നമ്മൾ ഇൻഡക്ടറിനെ പറ്റി പഠിക്കും. അടുത്ത വീഡിയോയിൽ ഇൻഡക്ടറിനെ പറ്റി പഠിക്കും. ഈ 6 കാര്യങ്ങൾ ചർച്ച ചെയ്യും. കപ്പാസിറ്ററിനെ പറ്റി പഠിക്കും. അവിടെ നമ്മൾ ഈ 6 കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഓക്കെ, സോ പഠിച്ചു തുടങ്ങാം മക്കളെ, പഠിച്ചു തുടങ്ങാം. നോക്കൂ മക്കളെ, ഹെഡിങ് എഴുതിക്കോടാ, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒന്നാമത് പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയാണ്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. സോ നമ്മൾ സർക്യൂട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. ഈ സർക്യൂട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. R എന്ന റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സർക്യൂട്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. സോ നമ്മൾ ആരെ പറ്റി പഠിക്കണം? സർക്യൂട്ട് ഡയഗ്രത്തെ പറ്റി പഠിക്കണം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ എളുപ്പമല്ലേ? സിമ്പിൾ, സോ സിമ്പിൾ. അടുത്തത്, നമ്മുടെ എല്ലാം വീട്ടിൽ കിട്ടുന്നത് എന്താണ്? 230 വോൾട്ടാണ്. ശരിയാണോ? എൻ്റെ വീട്ടിൽ കിട്ടുന്നതും നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതും എല്ലാം 230 വോൾട്ടാണ്. KCB തരുന്നത് 230 വോൾട്ടേജ് ആണ്. പക്ഷേ എന്നും വിചാരിച്ച് നമ്മുടെ വീട്ടിലെല്ലാം കറണ്ട് ബില്ല് ഒരുപോലെ ആയിരിക്കും? അല്ല. എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ലല്ല നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല്. കാരണം എന്താണ്? നമ്മളെ കറണ്ട് എന്ന് പറയുന്നത് ആരാ വലിച്ചെടുക്കുന്നത്? നമ്മളുടെ സർക്യൂട്ടിലെ എലമെന്റുകളാണ്, നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളാണ് കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. സോ വോൾട്ടേജ് എല്ലാവർക്കും ഒരുപോലെയാണ്. സോ ഏത് സർക്യൂട്ട് എടുത്താലും അവിടെ എല്ലാം വോൾട്ടേജ് കൊടുക്കുന്നത് എത്രയാണ്? സെയിം തന്നെയാണ്. വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്? V which is equal to V0 sin ωt. സോ എല്ലാ സർക്യൂട്ടിലും നമുക്ക് കൊടുക്കുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? സെയിം വോൾട്ടേജ് ആണ്. V which is equal to V0 sin ωt എന്ന വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും കറണ്ട് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. കറണ്ട് എല്ലാ സർക്യൂട്ടിലും ഒരുപോലെയാണോ? അല്ല. എല്ലാ വീട്ടിലും കറണ്ട് ബില്ല് ഒരുപോലെയാണോ? അല്ല. കാരണം എന്താണ്? കറണ്ടിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആരാ വലിച്ചെടുക്കുന്നത്? ഈ എലമെന്റുകൾ, സർക്യൂട്ടിൽ കണക്ട് ചെയ്ത എലമെന്റുകൾ കറണ്ടിനെ എന്ത് ചെയ്യും മക്കളെ? വലിച്ചെടുക്കും. സോ ഓരോ എലമെന്റിനും ഓരോ ശക്തിയായിരിക്കും ഉള്ളത്. അതെന്ത് ചെയ്യും? ഈ വോൾട്ടേജിൽ നിന്നും ആരെ വലിച്ചെടുക്കണം? കറണ്ടിനെ വലിച്ചെടുക്കണം. സോ കറണ്ട് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെസിസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ എലമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ഇവിടെ നിങ്ങൾ ഏത് എലമെന്റ് ആണ് കണക്ട് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ റെസിസ്റ്റർ ആണോ കണക്ട് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ ഇൻഡക്ടർ ആണോ കണക്ട് ചെയ്യുന്നത്?
ഇവിടെ നിങ്ങൾ കപ്പാസിറ്റർ ആണോ കണക്ട് ചെയ്യുന്നത്, ഇവിടെ നിങ്ങളാണെങ്കിൽ ബൾബാണോ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തും കണക്ട് ചെയ്യാൻ കഴിയും. ആ കണക്ട് ചെയ്യുന്ന എലമെന്റുകളാണ് ആരെ വലിച്ചെടുക്കുന്നത്, കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. കാര്യം മനസ്സിലായോടാ? സോ വോൾട്ടേജ് എല്ലാം ഒരുപോലെ കൊടുക്കും, പക്ഷെ കറണ്ട് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. കാരണം എന്താണ്? സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന എലമെന്റുകളാണ് ആരെ വലിച്ചെടുക്കുന്നത്, കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവനോട് ചോദിക്കണം, ആരാ കറണ്ട് വലിച്ചെടുക്കുന്നേ? ഇവനാണ് കറണ്ടിനെ വലിച്ചെടുക്കുന്നത്. നമ്മൾ ഇവനോട് ചോദിക്കും, ഡാ റെസിസ്റ്ററേ നീ എത്ര കറണ്ടാ വലിച്ചെടുത്തേ? അപ്പൊ റെസിസ്റ്റർ പറയും, ദേ എനിക്ക് ഈ ഇക്വേഷൻ അറിയത്തുള്ളൂ, കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. എൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെ കണ്ടുപിടിക്കാം, ഞാൻ വലിച്ചെടുത്ത കറണ്ട് കണ്ടുപിടിക്കാം. ശരിയാണോ? റെസിസ്റ്ററിന് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഓംസിന്റെ ഇക്വേഷൻ ആണ്, I which is equal to V divided by R. ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കാം, കറണ്ടിനെ കണ്ടുപിടിക്കാം. ശരി, കണ്ടുപിടിക്കാം. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ വോൾട്ടേജ് സപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാടാ? നിങ്ങൾ പറയും സാർ നമ്മൾ കൊടുക്കുന്നത് ഈ വോൾട്ടേജ് അല്ലേ, ഏതാണ്? V0 sin ω t അല്ലേ നമ്മൾ കൊടുത്തത്? ഞാൻ പറഞ്ഞു ആണ് മക്കളെ, ഇതാണ് കൊടുത്തത്. ഡിവൈഡ് ബൈ എന്തുണ്ട് മക്കളെ? റെസിസ്റ്റൻസ്. മക്കളെ മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്തായിരിക്കും ഇവിടെ? മാക്സിമം കറണ്ട് ആയിരിക്കും. വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്താണ്? കറണ്ട് ആണെങ്കിൽ മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്തായിരിക്കും ഇവിടെ? നിങ്ങൾ പറയും സാർ മാക്സിമം കറണ്ട് ആയിരിക്കും. സോ നമ്മൾ പറയും I നമ്മൾ അതുപോലെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന് പകരം എന്ത് പറയണം? ആ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കറണ്ട് ആയിരിക്കും. എന്ത് കറണ്ട് ആയിരിക്കും? മാക്സിമം കറണ്ട് ആയിരിക്കും. മാക്സിമം കറണ്ട് ആയിരിക്കും. പിന്നെ ആരുണ്ട്? സൈൻ ഒമേഗ ടി. സോ നമ്മൾ ആരുടെ വാല്യൂ കണ്ടുപിടിച്ചു? ആ കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഞാൻ എന്താ പറഞ്ഞത് നോക്ക്. ഇവിടെയാണെങ്കിൽ 6 കാര്യങ്ങൾ പഠിക്കണം. സർക്യൂട്ട് ഡയഗ്രം നമ്മൾ പഠിച്ചു, വോൾട്ടേജ് ഇക്വേഷൻ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായി. ഫൈൻഡ് കറണ്ട് ഇക്വേഷൻ, കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എവിടുന്നാ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എലമെന്റിനോട് ചോദിക്കും. ഈ എലമെന്റിനോട് ചോദിക്കും, ഡാ എലമെന്റ് നീ എത്ര കറണ്ടാ വലിച്ചെടുത്തേ? അത് എലമെന്റിന്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ടിനെ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ മക്കളെ? ശരി, ഇനി നോക്ക് മക്കളെ, ഫേസ് എന്ന വാക്ക് പറയാൻ പോകുന്നു. ഫേസ് ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ് ഫേസ്? ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആംഗിൾ എന്നാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ. അതായത് സൈൻ്റെ ഉള്ളിൽ എന്തെഴുതിയിരിക്കുന്നു അതാണ് ഫേസ്, ആംഗിൾ. എന്താണ്? സൈൻ്റെ ഉള്ളിൽ എന്താണോ കാണുന്നത്, സൈൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണോ കാണുന്നത് അതാണ് ഫേസ് എന്ന് പറയുന്നത്. സോ ഫേസ് എന്താടാ? അപ്പൊ നിങ്ങൾ പറയും സാർ സൈൻ്റെ ഉള്ളിൽ എന്ത് ഞങ്ങൾ കണ്ടോ അതിനെ വിളിക്കണ പേരാണ് ആംഗിൾ അഥവാ ഫേസ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, നമ്മൾ ഇങ്ങോട്ട് മാറ്റി പറയാമല്ലോ. അങ്ങനെയെങ്കിൽ പറഞ്ഞേ മക്കളെ, പറഞ്ഞു തന്നേടാ. വോൾട്ടേജിന്റെ ഫേസ് പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സാർ വോൾട്ടേജിന്റെ ഇക്വേഷൻ V0 sin ω t അല്ലേ? സോ ഫേസ് ഓഫ് വോൾട്ടേജ് എത്രയാണ്? ω t ആണ് സാർ. വോൾട്ടേജിന്റെ ഫേസ് ω t ആണ്. ശരി മക്കളെ, അപ്പൊ ഞാൻ ചോദിക്കും മക്കളെ, കറണ്ടിന്റെ ഫേസ് എത്രയാടാ? നിങ്ങൾ പറയും സാർ റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ I which is equal to I0 sin ω t ആണ്. സോ കറണ്ടിന്റെ ഫേസും എന്താണ്? ω t ആണ്. അപ്പൊ ഞാൻ ചോദിക്കും മക്കളെ, വോൾട്ടേജിന്റെ ഫേസും കറണ്ടിന്റെ ഫേസും സെയിം ആണോടാ? നിങ്ങൾ പറയും ആണ് സാർ, വോൾട്ടേജിന്റെ ഫേസും കറണ്ടിന്റെ ഫേസും എന്താണ്? സെയിം ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? ഫേസിന്റെ ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസിന്റെ ഡിഫറൻസ് എത്രയാണ്? നിങ്ങൾ പറയും ഡിഫറൻസ് ഒന്നുമില്ല സാർ, ഇതും ω t ആണ്, ഇതും ω t ആണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പൊ നിങ്ങൾ പറയും സാർ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ആണെന്ന് പറയും. ഫേസ് ഡിഫറൻസ് 0 ആണെന്ന് പറയും. മക്കളെ കാര്യം മനസ്സിലായോ? ശരി, നോക്ക്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ഞാൻ പറഞ്ഞു. അതുപോലെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാൻ പോവാണ്, ഫേസർ. എന്താണ് ഫേസർ? കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഫേസർ എന്താണെന്ന് കാണിച്ചു തരാൻ പോവാണ്. നോക്കിയിരിക്കുക. ഇവിടെയാണെങ്കിൽ AC വോൾട്ടേജ് ഇങ്ങനെ വരയ്ക്കും. നിങ്ങൾ പറയും സാർ ഇതാണ് AC വോൾട്ടേജ്. ഇങ്ങനെ AC വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കും. ശരി മക്കളെ,
ഈ വോൾട്ടേജിനെ നമുക്കാണെങ്കിൽ ഓരോ സമയത്തും വോൾട്ടേജിന്റെ വാല്യൂ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കുകയാണ്. വോൾട്ടേജിന്റെ വാല്യൂ ചെറുതാണ്, അത് കൂടി 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 വലുതായി മാക്സിമമായി, കുറഞ്ഞ് 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 സീറോ ആയി, അത് കൂടി 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 നെഗറ്റീവ് മാക്സിമമായി, അത് കുറഞ്ഞ് 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 സീറോ ആയി, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് AC വോൾട്ടേജ്. നമുക്ക് ഈ വോൾട്ടേജിനെ ആണെങ്കിൽ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഒരു വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടർ ആണെങ്കിൽ വ്യത്യസ്ത ആംഗിളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം തോന്നും. നമുക്ക് ചുമ്മാ കരുതിക്കൂ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു കയറുണ്ട്, ഇതുകൊണ്ട് ഒരു കയറുണ്ട്, ഇങ്ങനെ നീണ്ടൊരു കയറാണ് കണ്ടോ, അങ്ങനെ കിടക്കുകയാണ്, ഒരു വലിയ കയർ ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ കയറിൻ്റെ ഒരു എൻഡിൽ പിടിച്ചു കേട്ടോ, കയറിൻ്റെ ഒരു എൻഡിൽ പിടിച്ചു, എന്നിട്ട് ഞാൻ കയർ ഇങ്ങനെ കൈകൊണ്ട് കറക്കാൻ പോവാണ് കണ്ടോ. അപ്പോൾ ഇവിടെ കയർ എന്ത് ചെയ്യും, ഒരു നീണ്ട കയറാണ്, ചെറിയ കയറാണെങ്കിൽ കയർ കറങ്ങും, ചെറിയ കയറ എന്ത് ചെയ്യും, എൻ്റെ കയ്യിലൂടെ കയറിൻ്റെയും കറങ്ങും. ഇത് വലിയ കയറാണ്. സോ എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ഞാനാണ് കണ്ടോ, ഒരു കുഞ്ഞ് ഞാനാണ്, ഇത് വലിയ കയറാണ്. ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഇങ്ങനെ കറക്കാൻ നോക്കുമ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും, ഇവിടെ ആക്ച്വലി ഫോം ചെയ്ത് കയർ കറങ്ങത്തില്ല, കയർ വലിയ കയറാണ്. ആ കയർ എന്ത് ചെയ്യും മക്കളെ, ഞാൻ കൈയിട്ട് ഇങ്ങനെ കറക്കുന്നതിൻ്റെ ഫലമായിട്ട് കണ്ടോ, ഇങ്ങനെ കൈ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ കയർ എന്ത് ചെയ്യും, വേവ് അടിക്കും. കയർ എന്ത് ചെയ്യും, അവിടെ വേവ് കയറിലുണ്ടാവും. സോ ഇതിൻ്റെ ആണെങ്കിൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം, ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. സോ ഈ വേവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വേവ് ഫോം ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഈ വോൾട്ടേജ് വെക്ടർ, കൈ എന്ന് പറയുന്നത് വോൾട്ടേജ് വെക്ടറാണെന്ന് വിചാരിച്ചു, ആ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ കറണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വേവ് ഫോം ചെയ്യുന്നത്. സോ വേവിൻ്റെ ഫോർമേഷന് കാരണം ഫേസറിൻ്റെ റൊട്ടേഷനാണ്. അല്ലെങ്കിൽ വേവിൻ്റെ ഈ പോക്കിനെ, വേവിൻ്റെ മുന്നോട്ടുള്ള ഈ പോക്കിനെ നമുക്കാണെങ്കിൽ കറങ്ങുന്ന വെക്ടേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? കറങ്ങുന്ന ഇത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കിടന്ന് കറങ്ങുന്ന ഫേസർ. ഇത് വിളിക്കും മക്കളെ ഫേസർ. സോ എന്താണ് ഫേസർ? സോ ഫേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന, ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഫേസർ. സോ ഈ ഫേസർ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് പറയാം, ഈ AC വേവ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ AC വേവിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ആ കറങ്ങുന്ന വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതായത് നമുക്ക് നോക്ക്, ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെ വേവ് അല്ലേടാ. വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേവ് ആണ്. വോൾട്ടേജ്, AC വോൾട്ടേജ് ഒരു വേവ് ആണ്, വേവ് ഫോം ആണ്. സോ ഈ ഒരു വേവ് ഫോമിനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കിടന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ കിടന്ന് കറങ്ങുന്ന വെക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, റെപ്രസെന്റ് ചെയ്യാം. സോ വോൾട്ടേജിനെ, ഈ കിടന്ന് പോകുന്ന വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടർ ഫോമിൽ, കറങ്ങുന്ന വെക്ടർ ഫോമിൽ, ഫേസർ ഫോമിൽ എന്ത് ചെയ്യും മക്കളെ, റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ കറണ്ടിനും ചെയ്യാം. സോ ഇവിടെയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്, V which is equal to V0 sin omega t എന്നല്ലേടാ. അതുപോലെ I which is equal to I0 sin omega t എന്നല്ലേ ആണ്. നോക്ക്, രണ്ട് ഭാഗത്തും ഒരേ കണക്കാണ്, ഫേസ് ഒരുപോലെയാണ്, സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി. അതിന്റെ മീനിങ് എന്താണ്, രണ്ടും AC വോൾട്ടേജിന്റെയോ കറണ്ടും ഒരേ രീതിയിലാണ് വരയ്ക്കേണ്ടത്. സോ ഞാൻ വോൾട്ടേജ് കുറച്ച് വലുതായിട്ട് വരച്ചു, കറണ്ട് കുറച്ച് ചെറുതായിട്ട് വരച്ചു. അതിന് കാരണം എന്താണ്, അതിന് കാരണം ഇതാണ്, കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ മക്കളെ. സോ വോൾട്ടേജിന്റെ ആണെങ്കിൽ 1/R ടൈംസ് മാത്രമേ ഉള്ളൂ കറണ്ട്. അതുകൊണ്ട് വോൾട്ടേജ് എപ്പോഴും വലുതായിരിക്കും, കറണ്ട് ഇച്ചിരി ചെറുതായിരിക്കും. ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് എന്ന് പറയുന്നത് വെറുതെ കരുതിക്കോ, 200 വോൾട്ട് ആണെന്ന് കരുതിക്കോ, റെസിസ്റ്റൻസ് 10 ആണെന്ന് കരുതിക്കോ. സോ കറണ്ട് എത്ര കിട്ടും, നമുക്ക് 20 കിട്ടത്തുള്ളൂ. ശരിയാണോ? സോ വോൾട്ടേജ് വലുത്, കറണ്ട് എന്തായിരിക്കും, ചെറുതായിരിക്കും, കറണ്ട് വാല്യൂ ചെറുതായിരിക്കും. രണ്ടും ഒരുപോലെ പോവുകയാണ്, ഒരേ സൈനായിട്ടാണ് പോണത്, രണ്ടും സൈൻ തന്നെയാണ്, ഒരുപോലെ പൊങ്ങും ഒരുപോലെ താഴും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കറണ്ടിനെ വരച്ചു കഴിഞ്ഞാൽ, കറണ്ടിനെ ഇവിടെ ഇങ്ങനെ വരച്ചുകൂടെ, വോൾട്ടേജിനോടൊപ്പം സഞ്ചരിക്കുകയാണ് കറണ്ട്. കറണ്ട് എന്ത് ചെയ്യാണ്, വോൾട്ടേജിനൊപ്പം എങ്ങനെ സഞ്ചരിക്കുകയാണ്, ആന്റി ക്ലോക്ക് വൈസിൽ. കണ്ടോ, ഒട്ടിയിരിക്കുകയാണ്, രണ്ട് ക്ലോക്കിന്റെ സൂചികൾ ഒട്ടിയിരിക്കുകയാണ്. ഒന്ന് വലിയ സൂചി, മറ്റൊരു ചെറിയ സൂചി. വലിയ സൂചി ആരാണ്, വോൾട്ടേജ്, കാരണം അതിന്റെ വാല്യൂ കൂടുതലാണ്. ചെറു സൂചി ആരാണ്, കറണ്ട്. പക്ഷെ ഒരേ രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ, ഒരുപോലെ ആന്റി ക്ലോക്ക് വൈസിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
മക്കളെ ഇതിന്റെ ഈ റെപ്രസെന്റേഷൻ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രം എന്ന് പറയും. സോ ഫേസർ ഡയഗ്രം എങ്ങനെ വരയ്ക്കുന്നേ? നിങ്ങൾ പറയും സർ സിമ്പിൾ. ഫേസർ ഡയഗ്രം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇതാണ്, അതിന് സെയിം ആംഗിളിലാണ്, സെയിം ഡയറക്ഷനിലാണ് കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഫേസറും കറണ്ട് ഫേസറിനും ഇടയിലുള്ള ആംഗിൾ ആണ് ഫേസ് ഡിഫറൻസ്. നമ്മൾ നേരത്തെ വേറെ പറഞ്ഞായിരുന്നു ആംഗിളിന്റെ ഡിഫറൻസ്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞേ? വോൾട്ടേജ് എന്ന ഫേസറും കറണ്ട് എന്ന ഫേസറും അതിനിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ഡിഗ്രി. സോ ഫേസ് ഡിഫറൻസ് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എന്താണ്? വോൾട്ടേജിന്റെ ഇക്വേഷനിൽ ഒമേഗ ടി ഉണ്ടായിരുന്നു. നോക്ക് മക്കളെ, വോൾട്ടേജ് ഇക്വേഷൻ നോക്കടാ. വോൾട്ടേജ് ഇക്വേഷനിൽ ഫേസ് എത്രയായിരുന്നു? ഒമേഗ ടി ആയിരുന്നു. കറണ്ടിന്റെ ഇക്വേഷനിലെ ഫേസ് അഥവാ ആംഗിൾ എത്രയായിരുന്നു? ഒമേഗ ടി ആയിരുന്നു. അവയുടെ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. ഒരു രീതി അങ്ങനെ പറയാം. മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? വോൾട്ടേജ് എന്ന ഫേസറും കറണ്ട് എന്ന ഫേസറും അവയ്ക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. അങ്ങനെയും പറയാം. സോ ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ്? എങ്ങനെ പറഞ്ഞാലും 0 ആണ്. എങ്ങനെ പറഞ്ഞാലും 0 ആണ്. മക്കളെ മനസ്സിലായോ? സോ ഫേസർ എന്താണെന്ന് മനസ്സിലായി. റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടർ ആണ് ഫേസർ. വേവിനെ നമുക്ക് ഫേസർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. സോ വോൾട്ടേജിന്റെ ഫേസർ നമുക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെയാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇത് ശരിയാണോടാ? ഇത് കറങ്ങി ഇങ്ങനെ വരത്തില്ലേ? വോൾട്ടേജ് ഇങ്ങനെ വരുമ്പോൾ കറണ്ടും അങ്ങനെ പോകും. വോൾട്ടേജ് ഇങ്ങനെ വരുമ്പോൾ കറണ്ടും അങ്ങനെ പോകും. വോൾട്ടേജ് ഇങ്ങനെ വരുമ്പോൾ കറണ്ടും ഇങ്ങനെ പോകും. സോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണിത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ഡയറക്ഷൻ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞുകൂടെ? ഇങ്ങനെ വരച്ചുകൂടെ? വരയ്ക്കാം. ഇങ്ങനെ വരച്ചുകൂടെ? വരയ്ക്കാം. ഇങ്ങനെ വരച്ചുകൂടെ? വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും. സോ ഫേസർ എങ്ങനെ വരയ്ക്കുന്ന മക്കളെ? ഫേസർ എങ്ങനെയാണോ വരയ്ക്കുന്നത്? ഫേസർ എങ്ങനെ വരയ്ക്കുന്നത്? നിങ്ങൾ പറയും സാർ സ്റ്റാൻഡേർഡ് രീതി ഇങ്ങനെയാണ്. വോൾട്ടേജ്, കറണ്ട്, ഫേസ് ഡിഫറൻസ്. നമ്മൾ ഫേസ് ഡിഫറൻസിനെ ഫൈ നഷ്ടമുണ്ടോ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഫേസ് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് നമ്മതിനെ എന്ത് അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്? ഫൈ. ഫൈ ഫൈ അതിൻ്റെ വാല്യൂ എത്രയാണ്? 0. ഫൈ എത്രയാണ്? 0 ആണ്. 0 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? നമ്മൾ ഗ്രാഫ് വരച്ചാണ് ഓൾറെഡി. ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത്? ഗ്രാഫ് 6ാമത്തെ കാര്യമായിരുന്നു. ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത്? വോൾട്ടേജ് വരച്ചു. വോൾട്ടേജ് V which is equal to V0 sin omega t. വോൾട്ടേജിനെ വരച്ചു. വോൾട്ടേജ് പോകുന്ന അതേ രീതിയിൽ ആരും വരയ്ക്കണം? കറണ്ടിനെ വരയ്ക്കണം. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും കൂടും. വോൾട്ടേജ് 0 ആകുമ്പോൾ കറണ്ടും 0 ആകും. കാരണം എന്താണ്? ഒരേപോലെ പൊങ്ങുകയും ഒരുപോലെ താരുകയും ചെയ്യുകയാണ്. ഒരുപോലെ ഒരേ ആംഗിൾ സഞ്ചരിക്കുകയാണ്. മനസ്സിലായോ? സോ ഒരുപോലെ വരയ്ക്കണം. മനസ്സിലായോ? സോ കറണ്ട് എങ്ങനെയാണ്? ഇതാണ് I0 കറണ്ട്, -I0 കറണ്ട്. ഇനി ആംഗിൾ പറയുന്നത് എങ്ങനെയാണ്? ഇതൊരു ഫുൾ സൈക്കിൾ ആണ് മക്കളെ. ഫുൾ സൈക്കിൾ എത്രയാണ്? 0 to t ആണ് ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അതിന്റെ പകുതി എത്രയാടാ? t/2. അതിന്റെ പകുതി എത്രയാണ്? t/4. സോ കാല്, അര, മുക്കാല്. മുക്കാൽ എന്ന് പറയുന്നത് എന്താണ്? 3t/4 പിന്നെ t. ഓക്കെ ആണോ? സോ കാല്, അര, മുക്കാല്, t. ഓക്കെ ആണോ? കാൽ ടി, അര ടി, മുക്കാൽ ടി, ടി. സോ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ മനസ്സിലായി, ഫേസർ മനസ്സിലായി, ഫേസ് ഡിഫറൻസ് മനസ്സിലായി, കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായി. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പഠിച്ചു നോക്കി. ഞാൻ പറഞ്ഞു 6 കാര്യം പഠിക്കണം. സർക്യൂട്ട് ഡയഗ്രാം മക്കളെ മനസ്സിലായോടാ? നമുക്ക് മനസ്സിലായി. സർക്യൂട്ട് ഡയഗ്രാം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പറയും സാർ വോൾട്ടേജ് ഇക്വേഷൻ ഇതാണ്. V which is equal to V0 sin omega t. ഇതാണ് വോൾട്ടേജിന്റെ ഇക്വേഷൻ. കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എത്രയാണത്? I0 sin omega t. കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതുപോലെയാണത്. നോക്ക്, സർക്യൂട്ട് ഡയഗ്രാം 1, 2 വോൾട്ടേജിന്റെ ഇക്വേഷൻ, 3 കറണ്ടിന്റെ ഇക്വേഷൻ, 4 ഫേസ് ഡിഫറൻസ്. 4 ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0. 5 ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം എങ്ങനെയാണ്? ഇതാണ് ഫേസർ ഡയഗ്രാം. 6 ഗ്രാഫ്. ഗ്രാഫ് എങ്ങനെയായിരുന്നു? വോൾട്ടേജ് ഇങ്ങനെ, കറണ്ട് ഇങ്ങനെ. ശരിയാണോ? 0, t, t/2, t/2, t/4, 3t/4. ഇത് V0,
ഇവിടെ I0. ഉണ്ടോ? സിമ്പിൾ അല്ലേ മക്കളെ? ഈ 6 കാര്യങ്ങൾ നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ സിമ്പിളായി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടെ റെസിസ്റ്ററിന് പകരം ആരെ കൊണ്ടുവരും? ഇൻഡക്ടറിനെ കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ ഈ 6 കാര്യങ്ങളും ചർച്ച ചെയ്യും. ഓക്കെ മക്കളെ? സോ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.